സുവർണ കഥകളിലേക്ക് സ്വാഗതം. കഥ രഹസ്യം. എഴുതിയത് പി.വി. ഷാജികുമാർ. രവിയെ ഏൽക്കാനയിലെ ചാപ്പയിലെത്തിക്കുമ്പോൾ മഴ കനത്തിൽ പെയ്തു. ഉച്ച കഴിഞ്ഞിരുന്നില്ല. മഴ പ്രകൃതിക്ക് മുകളിൽ ഇരുട്ടിൻ്റെ കറുത്ത കരിമ്പടം വിടർത്തിയിട്ടു. തലക്കുന്നിൽ നിന്ന് വെള്ളം ഒഴുകി വന്ന് ചാപ്പയുടെ ചെരുവിലെ ചോലയിൽ പേടിപ്പെടുത്തുന്ന ഒച്ചയിൽ ഒഴുകി. അരിശവും സങ്കടവും അടക്കാനാവാതെ ചോലയിലെ വലിയ കല്ലുകളിൽ മഴ സ്വന്തം തല തല്ലി. മരങ്ങൾ കാറ്റിലിളകിയാടി. കർക്കിടകത്തിലാന്നല്ലോപ്പാ ഉണ്ടച്ചിയുടെ മക്കളെ ദൈവം കൊണ്ടുപോകുന്നത്. ഇതെന്തെന്ന് കഥ? രവിയെ അനുഗമിച്ച് നടന്ന ആൾക്കൂട്ടത്തിലെ വൃദ്ധൻ ഓർമ്മകളുടെ സത്യം പറഞ്ഞു. മുട്ടോം കടവിലെ തെയ്യക്കാരനായ തമ്പാന്റെയും ഉണ്ടച്ചിയുടെയും 4ാമത്തെ മകനാണ് രവി. നൽക്കദായക്കാർ കെട്ടുന്ന തെയ്യങ്ങൾക്ക് അമ്പലത്തിനകത്തും തറവാട്ടിനകത്തും കയറാൻ ആചാരത്തിൻ്റെ അനുവാദമില്ല. അവർക്ക് എപ്പോഴും പുറത്തു കളിക്കേണ്ടി വന്നു. ഒരിക്കൽ തമ്പാൻ ചാമുണ്ടിയെ കെട്ടിയപ്പോൾ ദേഷ്യവും അപമാനവും സഹിക്കാനാവാതെ മുട്ടോം കടവിലെ നായന്മാരുടെ തറവാട്ടിനകത്തേക്ക് പാഞ്ഞു കയറി. അത് വലിയ കുഴപ്പമായി. തമ്പാന് മുട്ടോം കടവ് വിടേണ്ടി വന്നു. ഉണ്ടച്ചിയെയും കൂട്ടി ഏൽക്കാനയിലേക്ക് തമ്പാൻ കുടിപ്പാർത്തു. 5 പെറ്റു ഉണ്ടച്ചി. ആദ്യത്തെ 3 പേർ ശ്യാമളയും പാറുവും സത്യനും 1 വർഷത്തിൻ്റെ ഓർമ്മ തന്നില്ല ഉണ്ടച്ചിക്ക്. 3 കുഞ്ഞുങ്ങളും കളിയും ചിരിയും നിർത്തിയത് ഉണ്ടച്ചിയെ നോക്കിക്കിടന്ന് അമ്മിഞ്ഞു കുടിക്കുമ്പോൾ. പാല് നുകരവെ പല്ല് വളരാത്ത മോണ കാട്ടി കുഞ്ഞു ചിരിക്കുമ്പോൾ ചാപ്പയിൽ സ്നേഹത്തിൻ്റെ വെളിച്ചം നിറയും. ഉണ്ടച്ചിയിൽ വാത്സല്യത്തിൻ്റെ പാൽ തുളുമ്പും. സ്നേഹത്തിൻ്റെയും ആനന്ദത്തിൻ്റെയും നിർവൃതിയിൽ കണ്ണുകളടച്ച് മുറുക്കിച്ചുവന്ന വാക്കുകളിൽ ഉണ്ടച്ചി താരാട്ട് പാടവേ മരണം ആരുമറിയാതെ വന്ന് കുഞ്ഞിനെ എടുത്തു പോകും. ശ്യാമളയെയും പാറുവിനെയും സത്യനെയും മരണം കൊണ്ടുപോകുമ്പോൾ മഴ സാക്ഷിയായി. ഉണ്ടച്ചിയുടെ കരച്ചിൽ മഴയായി പെയ്യും. മഴയിൽ തലക്കുന്നിൽ കുഴിച്ചിടുമ്പോൾ കണ്ണിൽ നിറഞ്ഞ പെരുമഴയിൽ കുഴിമാടത്തിനു മുകളിൽ തമ്പാൻ ഓരോ ചെടികൾ നട്ടു. ശ്യാമളയ്ക്ക് ചെമ്പകം, പാറുവിന് നന്ദ്യാർവട്ടം, സത്യന് ഇലഞ്ഞി. തലക്കുന്നിലെ ചുവന്ന മണ്ണിൽ ശ്യാമളയുടെ ചെമ്പകവും പാറുവിൻ്റെ നന്ദ്യാർവട്ടവും സത്യൻ്റെ ഇലഞ്ഞിയും കാട്ടിൽ നിന്ന് ചുറഞ്ഞെത്തുന്ന കാറ്റിനെയും കുത്തിയൊലിച്ചു വരുന്ന മഴയെയും ചുട്ടുപഴുത്ത വെയിലിനെയും തോൽപ്പിച്ച് തലക്കുന്നിൽ തല ഉയർത്തിപ്പിടിച്ചു. തമ്പാനും ഉണ്ടച്ചിയും വിഷാദത്തിൽ തപിച്ചിരിക്കുമ്പോൾ തലക്കുന്നിൽ നിന്ന് കാറ്റിൻ്റെ കൈപിടിച്ച് ചെമ്പകത്തിൻ്റെയും നന്ദ്യാർവട്ടത്തിൻ്റെയും ഇലഞ്ഞിയുടെയും പൂക്കളുടെ സുഗന്ധം ചാപ്പയിലേക്ക് പിച്ചവെച്ചെത്തും. മക്കൾ വന്ന് നീ അറിഞ്ഞാ? തമ്പാൻ്റെ വാക്കുകൾ ഈറനണിയും. ഉണ്ടച്ചി തമ്പാൻ്റെ കൈ പിടിക്കും. സ്നേഹത്തിൻ്റെ നറുഗന്ധത്താൽ മക്കൾ ഇരുവരെയും ഉമ്മ വയ്ക്കും. 4ാമനാണ് രവി. രവിക്ക് താഴെ കണ്ണൻ. രവിയും കണ്ണനും മരണത്തിൻ്റെ പാൽച്ചിരിയിൽ മയങ്ങാതെ രക്ഷപ്പെട്ടപ്പോൾ തമ്പാനും ഉണ്ടച്ചിക്കും ആശ്വാസമായി. അവരുടെ ജീവിതത്തിൻ്റെ ചില്ലകളിൽ സ്നേഹത്തിൻ്റെ മുട്ടുകൾ വിടർന്നു. 6 വയസ്സുവരെ കണ്ണന് കുരുത്തക്കേട്ടിനൊരു കുറവും ഉണ്ടായിരുന്നില്ല. കർക്കിടകത്തിൽ അവന് പനി പിടിച്ചു. വൈദ്യരെ കാണിച്ചപ്പോൾ കാലാവസ്ഥയുടെ ദോഷമാണെന്ന് പറഞ്ഞ് അരിഷ്ടവും കഷായവും തന്ന് ചാപ്പയ്ക്കയച്ചു. രാത്രിയിൽ നടുവേദന വന്ന് നീരുവെച്ച തമ്പാൻ്റെ പുറത്ത് ഉണ്ടച്ചി കുഴമ്പ് പുരട്ടി കൊടുക്കവേ കണ്ണൻ ഉറക്കത്തിൽ നിന്ന് തല ഉയർത്തി പറഞ്ഞു, അച്ഛാ, അച്ഛൻ നാളെ പണിക്ക് പോണ്ട. എനിക്കെല്ലാരെയും കണ്ടോണ്ട് കിടക്കണം. തെയ്യം കെട്ടാൻ വരവിളിയില്ലാത്തതുകൊണ്ട് തമ്പാൻ കെട്ടിൻ്റെ പണിക്ക് പോയി തുടങ്ങിയിരുന്നു. പണി അധികമൊന്നും ഇല്ലാത്ത കാലമായിരുന്നു. എന്നാലും രാവിലെ തമ്പാൻ ചാപ്പയിൽ നിന്ന് എങ്ങോട്ടെന്നില്ലാതെ ഇറങ്ങും. വൈകുന്നേരം തിരിച്ചു വരും. അന്നത്തെ ദിവസം കഴിഞ്ഞതിൽ സമാധാനിക്കും. അതുകൊണ്ട് തന്നെ അവൻ പറഞ്ഞപ്പോൾ തമ്പാന് എതിർപ്പുണ്ടായില്ല. എന്താടാ? ഉള്ളിൽ തോന്നിയ സംശയം നിവർത്തിക്കാൻ തമ്പാൻ ചോദിച്ചു. ഞാൻ കുറച്ച് ദിവസേ ഉണ്ടാവൂ അച്ഛാ. ഞാൻ പോവും വരെ നിങ്ങ അടുത്തന്നെ ഉണ്ടാവണം. തമ്പാനും ഉണ്ടച്ചിക്കും അവൻ പറഞ്ഞത് മനസ്സിലായില്ല. എന്നെ കൊണ്ടുപോവും. അവൻ്റെ വാക്കുകളിൽ മുതിർന്നവരുടെ പക്വത നിറഞ്ഞു. തമ്പാൻ്റെ നെഞ്ചിൽ ഞെട്ടലൊരു മിന്നൽ വെട്ടി. നീ വെറുതെ പരപ്പ് പറയാതെ അടങ്ങിക്കിടക്കടാ. അവൻ്റെ തലയിൽ തലോടിക്കൊണ്ട് തമ്പാൻ ഉള്ളിലെ വിറയടക്കി. പനിയുടെ പരവശത്തിൽ പറയുന്നതാവും. നനഞ്ഞ തുണി കണ്ണൻ്റെ നെറ്റിയിലിട്ട് ഉണ്ടച്ചി പറഞ്ഞു. അവനൊന്നും മിണ്ടാതെ കണ്ണടച്ചു കിടന്നു. പിറ്റേന്ന് തമ്പാൻ പുറത്തു പോയില്ല.
അവൻ്റെ അടുത്തുനിന്ന് 3 പേരും മാറിയില്ല. ഉണ്ടച്ചി പശുവിനെ അഴിച്ചു കെട്ടാനും കരക്ക വൃത്തിയാക്കാനും ഇറങ്ങിയതൊഴിച്ചാൽ മൂവരും പുരയിൽ തന്നെയായിരുന്നു. കണ്ണൻ അങ്ങനെ പറഞ്ഞതുകൊണ്ടായിരുന്നില്ല പുറത്തിറങ്ങാതിരിക്കാൻ ഇരുട്ടുകെട്ടി പെയ്യുന്ന മഴ തടസ്സമായി. വൈകുന്നേരം കണ്ണൻ്റെ പനി കുറഞ്ഞു. അവൻ കളിക്കാനും വർത്തമാനം പറയാനും തുടങ്ങി. അന്ന് രാത്രിയിലും തലേന്ന് പറഞ്ഞത് അവൻ ആവർത്തിച്ചു. നിന്റെ നൊടിച്ചിലിപ്പം ശരിയാക്കി തരാ. ചെക്കിയുടെ വടി പൊട്ടിച്ച് തമ്പാൻ എഴുന്നേറ്റതാണ്. ഉണ്ടച്ചി പിടിച്ചു നിർത്തിയതുകൊണ്ട് അടി കൊള്ളാതെ കണ്ണൻ രക്ഷപ്പെട്ടു. കാറ്റിൽ പൊളിഞ്ഞു വീണ ചായപ്പിന് കട്ട കെട്ടാൻ അയൽവക്കത്തെ ചാപ്പയിലെ പെണ്ണ് വന്നു വിളിച്ചപ്പോൾ രാവിലെ തമ്പാൻ അങ്ങോട്ട് പോയി. മടങ്ങിയെത്തിയപ്പോൾ മോന്തിയായി. പായയിൽ ചുരുണ്ടു കിടക്കുകയായിരുന്ന കണ്ണൻ എഴുന്നേറ്റ് തമ്പാനോട് ദേഷ്യപ്പെട്ടു. ഞാൻ പറഞ്ഞിട്ടേ അച്ഛാ പോണ്ടാന്ന്. കണ്ണൻ്റെ വാക്കുകളിൽ ദൈന്യത നിറഞ്ഞു. ഒച്ച നേർത്തു. കുറഞ്ഞെങ്കിലും പനി വിട്ടുമാറിയിട്ടില്ല. തമ്പാന് ഉള്ളിലൊരു പേടി കത്തി. വൈദ്യർ വന്നു നോക്കി കുഴപ്പമില്ലെന്ന് ഉറപ്പിച്ച് മടങ്ങിപ്പോയി. 4 പേരും ഒന്നിച്ചിരുന്ന് കഞ്ഞിയും ഉണക്കു ചുട്ടതും കഴിച്ചു. പായയിൽ ചെരിഞ്ഞുകിടന്ന് തലക്കുത്തിനൊടുത്ത് കണ്ണൻ അവരെ നിർബന്ധിച്ചിരുത്തി. ചിമ്മിണിക്കൂട് കെടുത്താൻ അവൻ വിട്ടില്ല. അവൻ എന്തോ പറയാൻ ശ്രമിച്ചു. വാക്കുകൾ പൂർണ്ണമായും പുറത്തു വന്നില്ല. പനിയുടെ ചൂട് കുറഞ്ഞിരുന്നു. അവൻ്റെ നെറ്റിയിൽ തണുപ്പ് വന്നു. ഉണ്ടച്ചി അവൻ്റെ നെറ്റിയും തലയും തടവിക്കൊണ്ടിരുന്നു. മിണ്ടാതെ കിടക്കടാ. സൂക്കേട് നാളേക്ക് പോയിട്ടില്ലെങ്കിൽ ചത്തോർക്ക് കൊടുക്കാൻ വെച്ച റാക്കിൽ നിന്ന് ഞാൻ ഒരു കൊണ്ട തരും. സൂക്കേട് അതോടെ പോവും. തമ്പാൻ പറഞ്ഞത് കേട്ട് കണ്ണൻ ചിരിച്ചു. ഉറങ്ങാൻ എഴുന്നേറ്റ തമ്പാൻ്റെ കൈ അവൻ പിടിച്ചു. പോവല്ലച്ഛാ. എന്താടാ? തമ്പാൻ നിലത്തിരുന്ന് അവൻ്റെ ശിരസ് മടിയിൽ വെച്ചു. അവൻ്റെ മുടിയിൽ വിരലോടിച്ചു. അവൻ മന്ദഹസിച്ചു. അവൻ്റെ കണ്ണുകളിൽ ആകാശത്തോളം സ്നേഹം നിറഞ്ഞു. അവൻ അവരെ നോക്കിക്കിടന്നു. അവൻ്റെ കണ്ണുകൾ നിറഞ്ഞു. പുറത്ത് മഴ കനത്തു. മുളിയിലെ ചോർച്ചയിലൂടെ അവരുടെ വീട്ടിലേക്ക് മഴ ഇറങ്ങി വന്നു. അവൻ്റെ കണ്ണുകൾ വട്ടത്തിലൊന്ന് കറങ്ങി. കാലുകൾ വിറച്ച് തറയിൽ 2 തല്ല് തല്ലി. അവൻ അവസാനിച്ചു. തമ്പാന് ലോകം നഷ്ടമായി. ഉണ്ടച്ചിയും രവിയും അവനെ കുലുക്കി വിളിച്ച് കരഞ്ഞു. മഴ കൂട്ടം കൂടി നിന്ന തറയിൽ അവൻ്റെ ശിരസ് നെഞ്ചിലേക്ക് ചേർത്ത് തമ്പാൻ ഇരുന്നയിടത്തിരുന്നു. ദൈവത്തിലൊന്നും വിശ്വസിക്കുന്ന ആളായിരുന്നില്ല തമ്പാൻ. തിരക്കുള്ള ദൈവത്തെ ശല്യപ്പെടുത്തുന്നതെന്തിനെന്ന് അയാൾ പറയും. കണ്ണൻ്റെ പോക്ക് അയാളെ കീഴ്മേൽ മറിച്ചു. അവൻ അങ്ങനെ പറഞ്ഞതിൻ്റെ രഹസ്യം തേടി അയാൾ ദൈവങ്ങളെ വിളിക്കുന്ന സ്ഥലങ്ങളിലും ദൈവങ്ങൾ കൂടെയുണ്ടെന്ന് പറഞ്ഞ മനുഷ്യരുടെ അടുത്തേക്കും ഒറ്റ കലഞ്ഞു. ഒന്നും ആരും അയാൾക്ക് ഉത്തരം നൽകിയില്ല. പുത്തൂരിലെ ഒരു സിദ്ധനുമായി അടികൂടി തല്ലും കൊണ്ട് കിടന്നൊരു രാത്രി തൻ്റെ അച്ഛൻ ചാണ ഒരു വെളിച്ചക്കീറായി വേഗത്തിൽ പറന്നു പോകുന്നത് തമ്പാൻ സ്വപ്നം കണ്ടു. പിറ്റേന്ന് പുലർച്ചെ മുട്ടോങ്കടവിലെത്തിയ തമ്പാൻ കണ്ടത് കണ്ടം തുണിയിൽ പുതപ്പിച്ചു കിടത്തിയ ചാണയെ. ജീവിതവും മരണവും തമ്പാന് മനസ്സിലായി. തിരിച്ചറിവിൻ്റെ 4ാം നാൾ നാട് വിടാൻ അയാൾ തീരുമാനിച്ചു. അന്ന് വൈകുന്നേരം അയാൾ തലക്കുന്നിലെത്തി. ചെറുതായി മഴ പെയ്യുന്നുണ്ടായിരുന്നു. ഇളം കാറ്റ് വീശുന്നുണ്ടായിരുന്നു. ശ്യാമളയ്ക്കും പാറുവിനും സത്യനും കണ്ണനുമടുത്ത് അയാൾ നിന്നു. അയാളുടെ കണ്ണുകളിൽ മഴ പെയ്തു. കണ്ണന് അയാൾ അരളിച്ചെടി നട്ടിരുന്നു. അരളിച്ചെടിയിൽ ഒരു കുഞ്ഞു പൂവ് വിടർന്നിരുന്നു. അച്ഛാ പോവല്ലേ. പൂവിൻ്റെ ഗന്ധം തമ്പാൻ്റെ മനസ്സ് പിടിച്ചു വലിച്ചു. അയാൾ കേട്ടില്ല. ഏൽക്കാന വിട്ട തമ്പാൻ എത്തിയത് ഉടുപ്പിയിൽ. മദ്യശാലയിൽ കുടിച്ച കണ്ണും മനസ്സും തെളിയാതെ ഇരിക്കുമ്പോൾ അലിറാസ വന്ന് തമ്പാന് കൈ കൊടുത്തു. അലിറാസ ദുബായിൽ നിന്ന് കടലിലൂടെ സ്വർണവും ചരക്കുകളും ഇന്ത്യൻ കടൽ തീരങ്ങളിൽ ഇറക്കി തുടങ്ങിയ സമയം. മരണത്തെ പേടിയില്ലാത്ത തമ്പാൻ അലിറാസയുടെ കയ്യാളായി. കൊല്ലങ്ങളോളം തമ്പാനെക്കുറിച്ച് ഏൽക്കാനയിൽ ആരും ഒന്നും അറിഞ്ഞില്ല. കാലം കഴിയവേ അയാളെക്കുറിച്ച് ആളുകൾ കഥ ഇറക്കാൻ തുടങ്ങി. ബോംബെയിൽ അലിറാസയുടെ വലങ്കൈയാണ് തമ്പാൻ. ഓനറിയാതെ സ്വർണവും ചരക്കും കടലിലിറങ്ങൂല. ഹിന്ദി സിനിമാക്കാരുടെ അടുത്ത ദോസ്താന്ന് ഓൻ. അവർക്ക് വേണ്ടി അലിറാസയുടെ ഇഷ്ടത്തിൽ സൽക്കാര പാർട്ടികൾ ഒരുക്കുന്നത് ഓന. ഹിന്ദി സിനിമയിൽ ഡാൻസ് കളിക്കുന്ന പെണ്ണിനെ മംഗലം കഴിച്ച് കുട്ടികളുമായി ബോംബെയിൽ കഴിയുകയാ തമ്പാൻ. തമ്പാൻ കഥകൾ പറഞ്ഞും കേട്ടും ഏൽക്കാന ആശ്ചര്യത്തിൻ്റെ മൂക്കത്ത് വിരൽ വെച്ചു. ഇതെല്ലാം ഉണ്ടച്ചി അറിഞ്ഞെങ്കിലും ഒന്നും അവൾ ഉള്ളിലേക്കെടുത്തില്ല.
ജീവിതം പുലർത്താനുള്ള ബദ്ധപ്പാടിൽ അവൾ തമ്പാനെ കേട്ടില്ല. കിട്ടുന്ന പണികൾക്ക് ശരീരത്തിൻ്റെ ക്ഷീണം വകവയ്ക്കാതെ അവൾ പോയി. രവി ഒരിക്കലും വയറ് കാഞ്ഞ് കഴിയരുതെന്ന് അവൾ ഉറപ്പിച്ചിരുന്നു. അങ്ങനെയാണ്. ആൺതുണ നഷ്ടമായാൽ കുടുംബം തകർന്നു പോകുമെന്ന വിചാരവും വിശ്വാസവും തെറ്റാണ്. ജീവിതം സ്ത്രീകളെ ജീവിപ്പിക്കും. ജീവിതത്തിൻ്റെ അർത്ഥശാസ്ത്രം അതാണ്. പ്രതിസന്ധികളെ തരണം ചെയ്യാനുള്ള കഴിവ് പെണ്ണിന് കൂടും. തുണയില്ലാതായാൽ അടുക്കള ലോകമായി കണ്ട് ജീവിച്ചവൾ അതോടെ മനസ്സുറപ്പോടെ ജീവിതത്തിലേക്ക് മുടി ചുറ്റിക്കെട്ടും. തകർച്ചയുടെ ഇരുട്ടിൽ അവൾ ഒറ്റയായേക്കാം. ജീവിതത്തിൽ പിച്ചവയ്ക്കാൻ പോലും ആവില്ലെന്ന് വിലപിച്ചേക്കാം. എന്നാൽ ഉൾക്കരുത്തോടെ അവൾ മുന്നോട്ടു പോവും. വീഴ്ചകളിൽ നിന്ന് എഴുന്നേൽക്കും. പതറലുകളെ കടന്നുവയ്ക്കും. ജോലിയെടുക്കുമ്പോഴും വീട്ടിലിരിക്കുമ്പോഴും കണ്ണൻ്റെ വിചാരം ഉണ്ടച്ചിയിൽ നിന്ന് മാഞ്ഞതേയില്ല. കൊല്ലം കഴിയുന്തോറും അവനെ കാണാനുള്ള ആഗ്രഹം അവളിൽ കൂടി വന്നു. തുലാം 10 തെയ്യം തുടങ്ങുന്ന ദിവസം മരിച്ചവരെ സ്വീകരിക്കാൻ ചാപ്പയും കളവും ചാണകം മെഴുകി വൃത്തിയാക്കാൻ ഉണ്ടച്ചി തുടങ്ങിയത് കണ്ണനെ കാണുമെന്ന വിശ്വാസത്തിൽ. തെയ്യക്കാലങ്ങളിലെ രാത്രികളിൽ ഉണ്ടച്ചി മരിച്ചവരെ കാത്തിരിക്കാൻ തുടങ്ങി. ഉണ്ടച്ചിയുടെ പ്രിയപ്പെട്ടവർ അവളെ കാണാൻ ചാപ്പയിലെത്തി. ഉണ്ടച്ചിയുടെ അച്ഛനും അമ്മയും ശ്യാമളയും പാറവും സത്യനും വന്നു. കണ്ണൻ മാത്രം വന്നില്ലെന്ന് ഉണ്ടച്ചി ചാപ്പയിൽ സംസാരിക്കാൻ വരുന്നവരോട് പകലുകളിൽ സങ്കടപ്പെടും. അവൻ എന്നോട് എന്താണിത്ര ദേഷ്യം? അവൾ കണ്ണുകൾ കോന്തല കൊണ്ട് തുടക്കും. കേട്ടവർ ചിരി അമർത്തിപ്പിടിച്ച് ഉണ്ടച്ചിയുടെ സങ്കടത്തിന് കൂട്ടുനിൽക്കും. തെയ്യം കഴിയുന്ന കാലം വരെ അവൾ മരിച്ചവരുടെ ലോകത്തും അത് കഴിഞ്ഞുള്ള കാലം അവൾ ജീവിച്ചിരിക്കുന്നവർക്കുമൊപ്പമായി. വർഷങ്ങൾക്ക് ശേഷം സൂര്യൻ അസ്തമിച്ചൊരു സായാഹ്നത്തിൽ തമ്പാൻ വരുമ്പോൾ ഉണ്ടച്ചി മരിച്ചവരുമായി ആഴമേറിയ ലോഹ്യത്തിലായി കഴിഞ്ഞിരുന്നു. ഏൽക്കാനയിൽ ആദ്യമായൊരു കാർ ടയർ കുത്തിയത് തമ്പാനിലൂടെയായി. കടന്നുകയറാൻ കാടും കുന്നും വഴി തരാത്തതിനാൽ കാർ ഏൽക്കാനയുടെ അതിര് കാണിച്ചു കിടന്ന വയൽക്കരയിൽ വിശ്രമിച്ചു. ഡ്രൈവർ കുഞ്ഞിക്കോമുവിനെ തോക്കും കൊടുത്ത് കാറിന് കാവൽ നിർത്തി തമ്പാൻ ഉണ്ടച്ചിയുടെ ചാപ്പയിലേക്ക് പെട്ടിയും തൂക്കിപ്പിടിച്ച് കൂളിംഗ് ഗ്ലാസ് മുഖത്തുറപ്പിച്ച് നടന്നു. തമ്പാനെ അറിയുന്ന ചുരുക്കം ചിലർ പിന്നാലെ വെച്ചു പിടിച്ചു. ആദ്യമായി കാർ കണ്ടതിൻ്റെ അത്ഭുതത്തിലും ആവേശത്തിലും ഏൽക്കാനക്കാർ കാറിന് ചുറ്റും കൂടി. അവർക്കതിനെ തൊടാൻ പോലും ഭയമായി. വളയവും പിടിച്ചു നിൽക്കുന്ന കുഞ്ഞിക്കോമുവാകട്ടെ ആളാകാൻ കിട്ടുന്ന അവസരം പൂർണ്ണമായും മുതലാക്കി. ഒരാളോടും വാ തുറക്കാതിരിക്കാൻ അയാൾ പ്രത്യേകം ശ്രദ്ധിച്ചു. മംഗലാപുരത്തു നിന്ന് വാങ്ങിയ സിഗരറ്റ് അയാൾ കീശയിൽ നിന്നെടുത്ത് തോക്കിൻ്റെ കാഞ്ചി വലിച്ച് കത്തിക്കുന്നത് കണ്ട് ചിലരുടെ വാ അറിയാതെ തുറന്നുപോയി. ചിലർ താടിക്ക് കൈവച്ചു. ചിലർ അത്ഭുതത്തിൻ്റെ ഒച്ചയെടുത്തു. വെള്ളപ്പുക അയാൾ ഡിക്കിക്കുള്ളിലൂടെ ഏൽക്കാനക്കാർക്ക് എത്തിച്ചു കൊടുത്തു. എന്തൊരു പൗറാണ് നാറിക്ക്! ആൾക്കൂട്ടത്തിലെ മെലിഞ്ഞ മനുഷ്യൻ ഒച്ച ഉയർത്തിയെങ്കിലും കുഞ്ഞിക്കോമുവിനെ അവഗണിക്കാൻ ആർക്കും തോന്നിയില്ല. ആൾക്കൂട്ടത്തെ മുതലാക്കാൻ ചായക്കടക്കാരൻ ചിങ്കം ചായപാത്രവും കൊണ്ട് ചായ വിറ്റ് പൈസയുണ്ടാക്കി. പൊടുന്നനെയാണ് അത് സംഭവിച്ചത്. കുഞ്ഞിക്കോമുവിനെതിരെ വാക്കുകളുടെ വെടിപൊട്ടിച്ച മെലിഞ്ഞ മനുഷ്യൻ മനസ്സിൽ ഉരുണ്ടുകൂടിയ അസ്വസ്ഥത അസഹ്യമായപ്പോൾ കാറിൻ്റെ മുൻ കണ്ണാടിയുടെ കയ്യിൽ കരിങ്കല്ലുകൊണ്ട് കുത്തി അതും പറിച്ചെടുത്തോടിക്കളഞ്ഞു. മുഖം നോക്കുന്ന തിരക്കിൽ കാലിട്ട് വീഴ്ത്താൻ അരയാൽ മരത്തിൻ്റെ വേര് മണ്ണിൽ പിണഞ്ഞു കിടക്കുന്നത് അയാൾ കണ്ടില്ല. വീണിട്ടും കണ്ണാടിയുടെ ചില്ല് പൊട്ടിയിട്ടും ചൂരിമുള്ള കവിളിൽ നീളത്തിലൊരു ചോരയുടെ വര തീർത്തിട്ടും കണ്ണാടിയിലെ മുഖനോട്ടത്തിൽ നിന്ന് അയാൾ പിന്മാറിയില്ല. അയാളുടെ പ്രകടനം കണ്ട് ബാക്കിയുള്ളവർ ഉഷാറായി. വെല്ലം കണ്ട കട്ടുറുമ്പുകളെപ്പോലെ ഏൽക്കാനക്കാർ കാറിനെ ദ്രോഹിക്കാൻ തുടങ്ങി. എടുത്തുകൊണ്ടുപോവാൻ എന്തെങ്കിലുമുണ്ടോ എന്നറിയാൻ കാറിൻ്റെ വാതിലിനും തലയ്ക്കും ചന്തിക്കും കൈകളിലും അവർ അടി തുടങ്ങി. വേദന സഹിക്കാനാവാതെ കാർ കുലുങ്ങി. മുതലക്കൂട്ടത്തിലേക്കാണല്ലോ മുതലാളി നിങ്ങൾ എന്നെ എറിഞ്ഞു കൊടുത്തത് എന്ന് സ്വയം വിലപിച്ച് പിടിച്ചു നിൽക്കാൻ കുഞ്ഞിക്കോമു ആകാശത്തേക്ക് വെടിയുതിർത്തു. പെറ്റുകിടക്കുന്ന പെണ്ണിനും കുഞ്ഞുങ്ങൾക്കും കൊക്കിലൊതുങ്ങുന്നതും കൊത്തിയെടുത്ത് ചുവന്ന മേഘങ്ങൾക്കിടയിലൂടെ തിരക്കിട്ട് ചിറകുകൾ തുഴയുകയായിരുന്ന വേഴാമ്പലിന് വെടികൊണ്ടു. അവൻ പാലോർ പുഴയിലേക്ക് തലകുത്തി വീണു. കൂട്ടിൽ നിന്ന് കൊക്കുമാത്രം പുറത്തേക്കിട്ട് തന്നെയും കാത്തു നിൽക്കുന്ന പെണ്ണും അവളുടെ ചിറകിൻ്റെ കീഴെയിരുന്ന് കുരുത്തക്കേട് കളിച്ചുകൊണ്ടിരിക്കുന്ന കുഞ്ഞുങ്ങളും കണ്ണടയും മുമ്പ് വേഴാമ്പലിൻ്റെ കണ്ണുകൾ നിറച്ചു. തമ്പാനെ കണ്ടതിൻ്റെ സന്തോഷമോ അമ്പരപ്പോ ഞെട്ടലോ ഉണ്ടച്ചിയിലുണ്ടായില്ല.
ഇരിക്കാൻ പറഞ്ഞ് വെള്ളച്ചായയും അരിയുണ്ടയും കൊടുത്ത് ഉണ്ടച്ചി ഉമ്മറത്തെ കവുങ്ങിന്റെ തൂണും ചാരി നിന്നു. തമ്പാൻ ഉഷാറോടെ വിശേഷങ്ങൾ പറഞ്ഞു തുടങ്ങിയെങ്കിലും ഉണ്ടച്ചിയുടെ സ്നേഹം സ്പർശിക്കാത്ത മൂളലിൽ അയാളുടെ വാക്കുകളുടെ പക്ഷികൾ എങ്ങോ പറന്നുപോയി. തമ്പാൻ അടുത്തേക്ക് എത്ര വിളിച്ചിട്ടും പടിയിലെ കുത്തിയിരിപ്പിൽ നിന്ന് എഴുന്നേൽക്കാൻ കൂട്ടാക്കാത്ത രവിയും അയാളെ ചാപ്പയിലെ അപരിചിതനാക്കി. കണ്ണൻ മിനിയാന്ന് വന്നിരുന്നു. ചാണകം മെഴുകി കറുത്തുപോയ ചുമരിലേക്ക് ശൂന്യതയോടെ നോക്കിക്കൊണ്ട് ഉണ്ടച്ചി കണ്ണിലെ നനവ് മുണ്ടിന്റെ കോന്തലയിൽ തുടച്ചു. അത് കേട്ട് തമ്പാൻ അമ്പരന്നില്ല. മരിച്ചവർക്കൊപ്പമുള്ള ഉണ്ടച്ചിയുടെ ജീവിതം തമ്പാന് കരക്കമ്പിയായി കിട്ടിയിരുന്നു. ഉണ്ടച്ചിയുടെ പറച്ചിൽ കാലങ്ങൾക്ക് ശേഷം തമ്പാനെ കണ്ണനിലേക്ക് തിരിച്ചു വിളിച്ചു. കാലം കഴിയുന്തോറും ഓർമ്മകളുടെ വീര്യം കുറയും. മറവി മനസ്സിന് തണുപ്പ് പകരും. അല്ലെങ്കിൽ ജീവിതം പിടിച്ചാൽ എങ്ങനെ കിട്ടാനാണ്? തമ്പാൻ അനുഭവത്തിൽ നിന്ന് സ്വയം ഉണ്ടാക്കിയ പാഠം. താമസിക്കാനല്ല വന്നത്, ഉള്ളിലെ കുറ്റബോധം വരുത്തിച്ചതാണെന്ന് തമ്പാൻ വന്നപ്പോൾ തന്നെ ഉണ്ടച്ചിക്ക് മനസ്സിലായിരുന്നു. തമ്പാൻ ചാപ്പയിൽ നിൽക്കുന്തോറും ഉള്ളിലെ ഭാരം താങ്ങാനാവാതെ താൻ പൊട്ടിക്കരഞ്ഞേക്കുമെന്ന് അവൾ ഭയന്നു. അത് സംഭവിക്കും മുൻപ് തമ്പാൻ എഴുന്നേറ്റു. താനില്ലാതിരുന്നിട്ടും ഉണ്ടച്ചിയും മകനും സ്വസ്ഥമായി ജീവിക്കുന്നുവല്ലോ എന്ന ആശ്വാസം അയാളിലുണ്ടായി. മടങ്ങിപ്പോകുന്നതിനു മുൻപ് തലക്കുന്നിൽ കയറാൻ തമ്പാൻ മറന്നില്ല. വർഷങ്ങൾ കഴിഞ്ഞിട്ടും ശ്യാമളയും പാറുവും സത്യനും കണ്ണനും അച്ഛനെ മറന്നില്ല. കെട്ടുപോകാതെ കാറ്റത്തിളകിയാടിക്കൊണ്ട് അവർ നിൽക്കുന്നുണ്ടായിരുന്നു. അച്ഛന് സുഖാണോ? ശ്യാമള ചോദിച്ചു. ഏടെയായിരുന്നു അച്ഛൻ? പാറു അച്ഛൻ്റെ വിരലുകളിൽ തൊട്ടു. എന്തൊരു പോക്കാണ് അച്ഛൻ പോയത്? സത്യൻ കെറുവിച്ചു. അച്ഛൻ എല്ലാം മനസ്സിലായിരിക്കുന്നു. കണ്ണൻ നിസ്സംഗനായി. തമ്പാൻ ഉത്തരം പറഞ്ഞില്ല. അയാൾ നിറകണ്ണുകളോടെ ഏറെ നേരം അവിടെ നിന്നു. വിടർന്നു നിൽക്കുന്ന ചെമ്പകത്തിൻ്റെയും നന്ദ്യാർവട്ടത്തിൻ്റെയും ഇലഞ്ഞിയുടെയും അരളിയുടെയും പൂക്കളുടെ സുഗന്ധം അയാളെ സ്നേഹത്താൽ ചേർത്തു പിടിച്ചു. അയാൾ വാത്സല്യത്തോടെ കണ്ണുകൾ അടച്ചു. ഉണ്ടച്ചിയുടെ ചാപ്പയിൽ നിന്നിറങ്ങുമ്പോൾ രവിയുടെ അടുത്തേക്ക് തമ്പാൻ വന്നു. ഉഷാറോടെ ജീവിക്കണമെന്ന് പറയുമ്പോൾ കണ്ണിൽ വെള്ളം നിറയാൻ ആഗ്രഹിച്ചതാണ് തമ്പാൻ. നെഞ്ചിൽ വാക്കുകൾ കുടുങ്ങി. പെട്ടി രവിയെ ഏൽപ്പിച്ചാണ് തമ്പാൻ പോയത്. തമ്പാൻ കണ്ണിൽ നിന്ന് മറഞ്ഞപ്പോൾ രവി പെട്ടി തുറന്നു. ഉണ്ടച്ചിയുടെ ചക്ലിയുടെ വലുപ്പത്തിലുള്ള ചെവിയുടെ തുളയിലിടാൻ സ്വർണത്തിൻ്റെ 2 കടുക്കൻ. രവിക്ക് താടിക്കാരൻ്റെ ചിത്രമുള്ള മുന്നിൽ ചുവപ്പും പിന്നിൽ കറുപ്പുമുള്ള വലിയ ബനിയൻ. കഴിക്കാനുള്ള കുറച്ച് സാധനങ്ങൾ. പിൽക്കാലത്ത് എൽക്കാനയുടെ ചരിത്രമെഴുതാൻ വന്നവർ ചെവിത്തുളയിൽ ആദ്യമായി സ്വർണമിട്ട സ്ത്രീയായി കണ്ടുപിടിച്ചത് ഉണ്ടച്ചിയെ. അച്ഛൻ തന്ന ബനിയൻ രവി പൊന്നുപോലെ സൂക്ഷിച്ചു. വിശേഷ ദിവസങ്ങളിലോ എവിടേക്കെങ്കിലും പോകുമ്പോഴോ മാത്രം അവനത് എടുത്തിട്ടു. അവനേക്കാൾ വലുതായിട്ടും ഇട്ടുകഴിഞ്ഞാൽ കാൽമുട്ടുവരെ മൂടുമായിരുന്നിട്ടും അവനത് ഉപേക്ഷിച്ചില്ല. അവനതിൽ അച്ഛനെ കണ്ടു. അവനതിൽ അച്ഛനെ അറിഞ്ഞു. അവനത് ആത്മവിശ്വാസവും സ്നേഹവും തന്നു. അവൻ വലുതാവും തോറും ബനിയന്റെ വലുപ്പം കുറഞ്ഞു വന്നു. രവി അന്നിട്ടിരുന്നത് ആ ബനിയനായിരുന്നു. അപ്പോഴേക്കും ബനിയൻ അവന് ശരിയായ അളവിലേക്ക് ചുരുങ്ങിയിരുന്നു. ഇപ്പോഴാടാ നിന്റെ ബനിയനൊപ്പം നീ വളർന്നത്. ചങ്ങാതിയായ ചന്ദ്രൻ രവിയെ അന്ന് കണ്ടപ്പോൾ ആദ്യം പറഞ്ഞത് അതായിരുന്നു. അപ്പോൾ അവൻ തമ്പാനെ ഓർത്തു. മരണത്തിൽ നിന്ന് രക്ഷ നേടാൻ കാട്ടിലൂടെ ശരവേഗത്തിൽ ഓടുമ്പോൾ അവൻ്റെ ഓർമ്മയിൽ ഒന്നും തെളിഞ്ഞില്ല. പച്ചമരത്തിൽ നിന്ന് തീ കത്തിക്കുന്നത് പോലെയൊരു അത്ഭുതം അവൻ കൊതിച്ചു. വെടികൊണ്ടപ്പോൾ രവി അമ്മേ എന്ന് നിലവിളിച്ചു. പ്രാണൻ പോകുന്നതിൻ്റെ പിടച്ചിലിൽ അവൻ അച്ചായെന്ന് കരഞ്ഞു. തമ്പാൻ ഉറക്കത്തിൽ നിന്ന് ഞെട്ടിയുണർന്നു. അയാളുടെ തൊണ്ട വരണ്ടു. മേശയ്ക്ക് മുകളിലെ ചിത്രവർണ്ണങ്ങളുള്ള കൂജയിൽ നിറച്ചുവെച്ചിരിക്കുന്ന വെള്ളം മുഴുവൻ കുടിച്ചിട്ടും അയാളുടെ അന്തർദാഹം നിലച്ചില്ല. മരുഭൂമിയിലെ കൊടും ചൂടിൽ ഒറ്റയായതുപോലെ കഠിനദാഹത്തിൽ അയാൾ വിറച്ചുകൊണ്ടിരുന്നു. രവിയെ അടക്കം ചെയ്തതും തലക്കുന്നിലായിരുന്നു. അടക്കത്തിന് പ്രത്യേകമായിട്ട് എന്തെങ്കിലും ചെയ്യേണ്ടതുണ്ടോ? മരണത്തിൻ്റെ ചടങ്ങുകൾ നിർദ്ദേശിക്കുന്ന മൂന്നാമൻ്റെ ചോദ്യത്തിന് ആരും ഉത്തരം പറഞ്ഞില്ല. മിണ്ടാനും അനങ്ങാനും വയ്യാതെ മേൽക്കൂരയിലേക്ക് കണ്ണും തുറന്ന് കിടന്ന ഉണ്ടച്ചി പുറത്തെ ബഹളങ്ങൾ കേട്ടു. എന്താണ് നടക്കുന്നതെന്ന് അവൾക്ക് മനസ്സിലായില്ല. ഓർമ്മകളുടെ ലോകത്ത് നിന്ന് ആർക്കും മനസ്സിലാവാത്ത ഒരിടത്തേക്ക് ഉണ്ടച്ചി കുടിയേറിയിട്ട് കാലമേറെയായിരുന്നു. എഴുന്നേൽക്കാനോ വർത്തമാനം പറയാനോ കഴിയാതെ അവൾ കാലത്തിൻ്റെ കുരുക്കിൽപ്പെട്ട് കിടന്നു.
4 പേർ അവളെ താങ്ങിയെടുത്ത് കുളിപ്പിച്ചു കഴിഞ്ഞ രവിയെ അവസാനമായി കാണിച്ചു. ഉണ്ടച്ചിയേട്ടിയെ ആര് നോക്കും, പാവം. ആളുകളിൽ നിന്ന് സങ്കടത്തിന്റെ പറച്ചിലുയർന്നു. ഉണ്ടച്ചിയുടെ വിരലുകൾ രവിയുടെ മുഖത്തു തൊട്ടു. അവന്റെ ഇടതു കൺപീലികളിൽ അവളുടെ വിരലുകൾ തൊട്ടു. അവൾ കൺപീലി വലിച്ചു. രവി ഇടങ്കണ്ണ് തുറന്ന് ഉണ്ടച്ചിയെ നോക്കി. അവളുടെ വിരലുകൾ വിടർത്തിയെടുക്കാൻ മൂന്നാമന് ബലം പിടിക്കേണ്ടി വന്നു. രവി മരിച്ചെന്ന് ഉണ്ടച്ചിക്ക് മനസ്സിലായോ? തലക്കുന്നിൽ ശ്യാമളയ്ക്കും സത്യനും പാറുവിനും കണ്ണനുമിടയിൽ രവിക്ക് മണ്ണ് മുറിക്കപ്പെട്ടു. കുഴിയെടുക്കവേ ചെമ്പകവും നന്ദ്യാർവട്ടവും ഇലഞ്ഞിയും അരളിയും മണ്ണിലേക്ക് തലചെരിച്ചു. ഉണ്ടച്ചിയുടെ മരിച്ചുപോയ കുഞ്ഞുങ്ങളാണ് അവരെന്ന് ആരും ഓർത്തില്ല. മഴ നിലച്ചിരുന്നില്ല. എത്രയും വേഗം രവിക്ക് തീ പിടിച്ച് സ്വന്തം കുടിയിലേക്ക് മടങ്ങാൻ ആളുകൾ വെമ്പി. രവിയെ കുഴിയിൽ കിടത്തി മുകളിൽ വിറകും ചിരട്ടയും വയ്ക്കുമ്പോൾ രവിയുടെ ചോരയ്ക്ക് പകരം ചോദിക്കുമെന്ന പ്രതികാരത്തിന്റെ മുദ്രാവാക്യം വിളി ആകാശത്തുയർന്നു. തലക്കുന്നിലെ പൂവരശം മരത്തിൽ മരിച്ചവരുടെ ആത്മാക്കളെ പോലെ തൂങ്ങിക്കിടന്ന കടവാതിലുകൾ പ്രതികാരത്തെ കേൾക്കാൻ കഴിയാതെ തോന്നിയ വഴികളിലേക്ക് ചിറകടിച്ചു. എല്ലാവരും പോയപ്പോൾ മഴയും ഇരുട്ടും തലക്കുന്നും തമ്പാന്റെയും ഉണ്ടച്ചിയുടെയും മക്കളും മാത്രമായപ്പോൾ ഒരു മുല്ലവള്ളി രവിയുടെ സ്നേഹത്തിലേക്ക് ഒഴുകി വന്നു. വീണ്ടും കാണാം പ്രതീക്ഷയോടെ. നന്ദി.